നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഒരു പ്രത്യേക ഗ്രാമത്തിനെ കുറിച്ചാണ് ഇന്ന് ചരിത്രഭൂമികയിൽ പറയുന്നത്. ഈ ഗ്രാമത്തിന്റെ ഒരു തരി മണ്ണിൽ പോലും ഒരു പുരുഷനും അവകാശം ഉന്നയിക്കില്ല. ഇവിടെ പെണ്ണുങ്ങളാണ് സർവാധിപതികൾ. പെണ്ണുങ്ങൾ മാത്രമുള്ള ഇവിടേക്ക് പുരുഷന്മാർക്ക് വരാം, പക്ഷേ വന്നതുപോലെ തിരിച്ചു പോയിക്കോണം. ഒരു രാത്രി പോലും ഇവിടെ പുരുഷന്മാരെ താമസിപ്പിക്കില്ല. ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടോ എന്ന സംശയം തോന്നാം. ഉണ്ട്, പക്ഷെ അങ്ങ് കെനിയയിലാണ്. പേര് ഉമോജ ഉവാസോ. പുരുഷ വിദ്വേഷികളായ സ്ത്രീകളുടെ സ്വപ്നഭൂമിയാണ് ഈ ഗ്രാമം എന്ന് പറയാം. സ്വാഹിലി ഭാഷയിൽ ഉമോജ എന്ന വാക്കിനർത്ഥം ഐക്യം എന്നാണ്. പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് കെനിയയിലെ ഉമോജ ഉവാസോ ഗ്രാമത്തിലെ ജനങ്ങളുടെ വാസം. തലസ്ഥാന നഗരമായ നെയ്റോബിയിൽ നിന്നും 380 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന സ്ത്രീകൾ മാത്രമുള്ള കെനിയയിലെ ഗ്രാമമാണ് ഇത്. 1990-ലാണ് ഈ ഗ്രാമം സ്ഥാപിക്കപ്പെട്ടത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന ഭവനരഹിതരുടെയും നിർബന്ധിത വിവാഹങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിവരുന്ന പെൺകുട്ടികളുടെയും ഒക്കെ സങ്കേതമായി റെബേക്ക ലോലോസോളി എന്ന സാംബുരു വംശജയാണ് ഉമോജ ഗ്രാമമെന്ന ആശയത്തിന്റെ ശില്പി. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണവും അവരോടുള്ള സമൂഹത്തിന്റെ ദുഷിച്ച മനോഭാവങ്ങളുമായി യോജിച്ചു പോകാൻ കഴിയാത്ത സ്ത്രീകളാണ് ഇവിടുത്തെ നിവാസികൾ. അതായത് സാംബുരു വംശത്തിലെ ഫെമിനിസ്റ്റുകൾ എന്ന് പറയാം. ഈ പെൺഗ്രാമത്തെ സൃഷ്ടിച്ചത് ഒരു പുരുഷാധിപത്യ സമൂഹമാണ്. കാരണം അത്രയും അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു അന്നാട്ടിലെ സ്ത്രീകൾ. ലൈംഗികമായി ചൂഷണങ്ങളും ബാലവിവാഹങ്ങളും പുരുഷന്മാരിൽ നിന്നുള്ള മർദ്ദനവും പോരാഞ്ഞിട്ട് സ്വത്തിലും ഇവർക്ക് അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് കൂനിന്മേൽ കുരു പോലെ ആ സംഭവം ഉണ്ടായത്. ബ്രിട്ടീഷ് പട്ടാളം ഗ്രാമത്തിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. 1990-ലാണ് സംഭവം. ഇതോടെ ഗ്രാമത്തിലെ പുരുഷന്മാർ ബലാത്സംഗം ചെയ്യപ്പെട്ട തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കുകയും ചെയ്തു. അന്ന് 1400 സാംബുരു സ്ത്രീകളാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടത്. ബലാത്സംഗം ചെയ്യപ്പെട്ടതുമൂലം ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയായിരുന്നു റെബേക്ക ലോലോസാലി എന്ന യുവതി. തന്നെ പോലെ നിരവധി പേർ ഉമോജയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയ റെബേക്ക ഇവരെ കൂടെ കൂട്ടി എങ്ങനെയും അതിജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ റെബേക്ക 50 സ്ത്രീകളെ കൂടെ കൂട്ടി 1990-ൽ ഉമോജ സ്ഥാപിച്ചു. തുടക്കകാലത്ത് ഉമോജയിലെ പെണ്ണുങ്ങൾ നന്നായി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മനസാന്നിധ്യം മാത്രമായിരുന്നു ഇവരുടെ കൈമുതൽ. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ സമ്പാദ്യമോ ഇല്ലാത്ത ഇവർ ഉമോജ എന്ന ഗ്രാമത്തിൽ ഒത്തുകൂടുകയായിരുന്നു. പുരുഷാധിപത്യ സമൂഹം അപ്പോഴും ഇവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു, ഉപദ്രവിച്ചുകൊണ്ടിരുന്നു, അതിജീവിക്കാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. പെണ്ണുങ്ങൾ അപ്പോഴും പോരാടിക്കൊണ്ടുമിരുന്നു. കൃഷിയായിരുന്നു ഉമോജയുടെ ആദ്യ വരുമാന മാർഗം. പിന്നീട് ഇവർ ആഭരണ നിർമ്മാണത്തിലേക്കും കരകൗശല നിർമ്മാണത്തിലേക്കും ഒക്കെ തിരിഞ്ഞു. ടൂറിസ്റ്റുകളും പതുക്കെ പതുക്കെ ഉമോജയെ തേടിയെത്താൻ തുടങ്ങി. ഗ്രാമത്തെ തേടിയെത്തുന്ന ടൂറിസ്റ്റുകളെ പുരുഷന്മാർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതോടെ ഉമോജയിലെ പെണ്ണുങ്ങൾ ശക്തമായി പ്രതികരിച്ചു. പുരുഷന്മാരെ ആട്ടിപ്പായിച്ചു. ക്രമേണ ടൂറിസ്റ്റുകളും ഉമോജയിലേക്കെത്തി. അതോടൊപ്പം സർക്കാരിന്റെ സഹായവും. ഉമോജ എന്ന ഗ്രാമത്തെ സർക്കാർ സ്ത്രീകളുടെ പേരിൽ എഴുതി കൊടുത്തു. ടൂറിസമാണ് ഉമോജയുടെ നട്ടെല്ല്. ഗ്രാമം സന്ദർശിക്കാനെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഗ്രാമത്തിൽ താമസിക്കാനുള്ള സൗകര്യവുമുണ്ട്. ഫെമിനിസ്റ്റ് ഗ്രാമമാണ് ഇത്. ബലാത്സംഗം ചെയ്യപ്പെട്ട പെണ്ണുങ്ങൾ മാത്രമല്ല ഉമോജയിലുള്ളത്. പുരുഷാധിപത്യ സമൂഹത്തോട് പ്രതിഷേധമുള്ളവരും വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും തുടങ്ങി നിരവധി പേർ ഉമോജയിൽ ഇപ്പോൾ ഉണ്ട്. ഗാർഹിക പീഡനം അനുഭവിക്കുന്ന കെനിയയിലെ സ്ത്രീകൾക്ക് ഏതു നിമിഷവും ഓടിയെത്താവുന്ന അഭയകേന്ദ്രം കൂടിയാണ് ഉമോജ. 2005-ൽ ഇവിടെ 30 സ്ത്രീകളും അവരുടെ 50 കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. 2015-ൽ ഇത് 47 സ്ത്രീകളും 200 കുട്ടികളുമായി ഉയർന്നു. പക്ഷേ പിന്നെയും വെല്ലുവിളികൾ മാത്രം ബാക്കിയായി. ഒരു പുരുഷാധിപത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു ഗ്രാമത്തിന്റെ അതിജീവനം അത്ര എളുപ്പമൊന്നുമായിരുന്നില്ല. സമീപ ഗ്രാമത്തിലുള്ളവർ ഉമോജയ്ക്കെതിരെ കോടതിയെ സമീപിച്ചു. ഗ്രാമം അടച്ചുപൂട്ടണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. 2005-ൽ റബേക്ക UN സന്ദർശിച്ചത് ഗ്രാമത്തിന്റെ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറി. അങ്ങനെ മാധ്യമങ്ങൾക്കും ഉമോജ എന്ന പെൺഗ്രാമം പരിചിതമായി തുടങ്ങി. 2009-ൽ റബേക്കയുടെ ഭർത്താവ് ഗ്രാമത്തെ ആക്രമിച്ചു. ഇതോടെ പ്രാണരക്ഷാർത്ഥം അവർക്ക് ഗ്രാമം വിടേണ്ടി വന്നു. പ്രചോദനമായി ഉമോജ പിന്നെയും ഉയർത്തെഴുന്നേറ്റു. പതുക്കെ പതുക്കെ ഉമോജയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമങ്ങളും മാറാൻ തുടങ്ങി. നച്ചാമി, സുപലാക തുടങ്ങിയ ഗ്രാമങ്ങൾ മറ്റൊരു ഉമോജയാകാൻ തുടങ്ങി. എന്നാൽ ഉമോജയെ അതേപടി അനുകരിക്കുകയല്ല ഇവർ ചെയ്തത്. നച്ചാമിയിലെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടൊപ്പം താമസിക്കാൻ അനുമതിയുണ്ട്. പക്ഷെ പരമ്പരാഗതമായി തുടരുന്ന സ്ത്രീവിരുദ്ധമായ ആചാരങ്ങളും ചിന്താഗതിയും മാറ്റി നിർത്തിയിട്ട് വേണം എന്ന് മാത്രം. നച്ചാമിയിൽ സ്ത്രീകളും പുരുഷന്മാരും ജോലി പങ്കിട്ട് ചെയ്യുന്നു. സ്വത്ത് തുല്യമായി വീതം വെക്കുന്നു. എന്നാൽ സുപാലകയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്.
അവിടെ പുരുഷന്മാർ ജോലിക്ക് പോയി സമ്പാദിച്ചു വരുമ്പോൾ സ്ത്രീകൾക്കാണ് ഗ്രാമത്തിന്റെ നടത്തിപ്പ് ചുമതല. ഒരിക്കൽ ഒരു അവകാശവും ഇല്ലാതിരുന്ന ഒരു കൂട്ടർ ഇന്ന് ഒരു ഗ്രാമത്തിന്റെ ഭരണനിർവഹണത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബഹുമതി ഉമോജയ്ക്കും റബേക്കയ്ക്കും അവകാശപ്പെട്ടതാണ്. വെറും പുരുഷവിദ്വേഷവും ഭയവുമാണ് ഉമോജ എന്ന് കരുതിയെങ്കിൽ തെറ്റി. പുരോഗതിയും സമത്വവും സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും ഒക്കെയാണ് ഈ ഗ്രാമം. തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസം ഉമോജയിലെ പെണ്ണുങ്ങൾ തങ്ങളുടെ മക്കൾക്ക് നൽകുന്നുണ്ട്. അത് ആണായാലും പെണ്ണായാലും. സ്വന്തമായി ഒരു സ്കൂൾ പോലുമുണ്ട് ഉമോജ ഗ്രാമത്തിൽ. അവിടെ അവർ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആണായാലും പെണ്ണായാലും അടിസ്ഥാനപരമായി മനുഷ്യനാണ് എന്ന സത്യമാണ്. പെണ്ണിനെ മനുഷ്യനായി പോലും പരിഗണിക്കാത്ത ഒരു സംസ്കാരത്തെ ചവിട്ടി പുറത്താക്കിയാണ് ഈ പെണ്ണുങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്. ആത്മാഭിമാനത്തിന്റെ പര്യായമാകുകയാണ് ഉമോജ.